എന്നെ തുടരുത് എന്നൊരു സ്ത്രീ പറയണമെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ഹർ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ആഫ്റ്റർ മെനോപോസ് എ ലേഡീസ് എൻറ്റയർ പ്രൈവറ്റ് പാർട്സ് ബിക്കം വെരി ഡ്രൈ. ഇത് കാരണം ഉണ്ടാകുന്ന പെയിൻഫുൾ സെക്സ് കാരണമാണ് അവർ ജനറലി അതിനെ അവോയ്ഡ് ചെയ്യുന്നത്. പക്ഷെ അതെന്തുകൊണ്ടാണ്? നമ്മുടെ അറിവില്ലായ്മ കാരണമാണ്. ദാറ്റ് ഇഫ് വി സപ്ലിമെന്റ് ഇറ്റ് വിത്ത് ലൂബ്രിക്കൻസ് ആൻഡ് വെജൈനൽ ഈസ്ട്രജൻ. ഹ്യൂമൻ ഫിസിയോളജി 5 വർഷം പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞ മെഡിക്കൽ ബുക്സും പോഡ്കാസ്റ്റും വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. 43-ൽ ഞാൻ ഒരുപാട് സഫറിങ്ങിലൂടെ കടന്നുപോയി. അർത്ഥമില്ല ജീവിതത്തിൽ. അങ്ങനെ ഒരു ഡിപ്രസീവ് ഫേസിലേക്കാണ് പോകുന്നത്. എന്നെ നിങ്ങൾ കണ്ടിട്ടില്ല ആ കാലഘട്ടത്തിൽ. ചില സമയത്ത് ഉറങ്ങി 1 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് എണീക്കുക, പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ചാൽ പെരി മെനോപോസ് ബിക്കോസ് ഓഫ് ഹോർമോണൽ ഡിക്ലൈൻ അല്ലായിരുന്നു എൻ്റെ പ്രോബ്ലം. ഞാൻ അതാ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഈ 2024-ൽ ഞാൻ നേരിട്ട് ശാരീരികവും മാനസികമായിട്ടുള്ള നമസ്കാരം ലേന മാം. നമസ്കാരം. 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 എന്താ വിശേഷങ്ങൾ? നല്ല വിശേഷം. ഐ എം ആക്ച്വലി അറ്റ് എ വെരി നൈസ് സ്റ്റേജ് ഇൻ ലൈഫ്. എല്ലാം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക്. എനിക്ക് തോന്നുന്നു എൻ്റെ എൻറ്റയർ ജീവിതത്തിലെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഹെൽത്തി ആൻഡ് ഹാപ്പി. ഐ തിങ്ക് ഹാപ്പിനെസ് ഇസ് ആൻ ആഫ്റ്റർമാത്ത് ഓഫ് ഹെൽത്ത്. നമ്മൾ ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ ഹാപ്പി ആവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതായത് ഇതുവരെയുള്ള ജീവിതത്തിൽ എന്ന് പറയേണ്ടി വരും അല്ലേ? ഇനിയുള്ള ജീവിതം ഇതിലും ഹെൽത്തിയാണ്, ഹാപ്പിയാണ്. അതെ അതെ, ഡെഫിനറ്റ്ലി യു ക്യാൻ ബി മോർ ആൻഡ് മോർ ഹെൽത്തി. നമുക്കിപ്പോൾ എങ്ങനെ നമ്മുടെ ഹെൽത്ത് കെയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാമെങ്കിൽ അത് ഭയങ്കര ആക്ച്വലി പ്രാക്ടിക്കൽ ആൻഡ് ഈസി ആവും. 35+ കഴിയുമ്പോൾ തന്നെ വയസ്സായി, ഒന്നും വേണ്ട, ഇനി എന്തിനാ തൊടുന്നേ പിടിക്കുന്നേ, എന്തിനാ കെട്ടിപ്പിടിക്കുന്നേ, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമാണ്, അറിയത്തില്ലേ വൃത്തി എന്തിനാ എന്നൊക്കെ ചോദിച്ചു നടക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്. നമ്മൾ കാലം എത്ര മാറിയെന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾ അല്ലേ. അപ്പം നമ്മൾ അത് പലപ്പോഴും മനസ്സിലാകാതെ പോകുന്ന, അല്ലെങ്കിൽ അകത്ത് സപ്രസ് ചെയ്ത് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന രീതിയിലാണ് ബുക്കിൽ കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ ചെറിയൊരു തട്ട്, ചെറിയൊരു മുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ചെറിയൊരു തലോടൽ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. അത്ര ഇൻഫ്ലുവൻഷ്യലായിട്ട്, അത്ര സോഫ്റ്റായിട്ടാണ് അതിൽ ഓരോ ലൈൻസും. ശരിക്കും നമ്മൾ വായിക്കുമ്പോൾ ചില സമയത്ത് അമ്മയുടെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പെണ്ണുങ്ങളുടെ കണ്ടിട്ടുണ്ട്, കണ്ണൊക്കെ നിറയും. ഓക്കെ, സോ എങ്ങനെയായിരുന്നു അതിനോട്ടുള്ള ഒരു ടച്ച്? ശരിക്കും ഇതിപ്പോൾ ഡോക്ടർ വീണ ടച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പോൾ അതിനോട് ഞാൻ ഒറ്റ യെസ് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് അതുപോലെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എന്നെ തുടരുത് എന്നൊരു സ്ത്രീ പറയണമെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ഹർ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഇതാണ് നമ്മുടെ ബുക്ക് സംസാരിക്കുന്നത്. എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ല. എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇത് നേരിടുന്നത്? ഫസ്റ്റ് പോയിന്റ്, നമ്മളെല്ലാവരും ഇങ്ങനത്തെ പ്രോബ്ലംസ് നേരിടുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ പ്രോബ്ലം. മിക്ക ഈ പ്രോബ്ലമിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ, ഈ പ്രോബ്ലം എന്ന് നമ്മൾ പറയുകയാണെങ്കിലും perimenopause is a state of life that every woman is going to go through. If she has a uterus and has a functional biochemistry of a woman, she is going to go through this. അപ്പോൾ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ ഇത് അസുഖങ്ങളല്ല, ഇത് മൈനർ ഇംബാലൻസസ് ആണ്. ആ ഇംബാലൻസസിനെ കറക്റ്റ് ചെയ്ത്, എസ്പെഷ്യലി ത്രൂ ഫങ്ഷണൽ മെഡിസിൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പ്രോബ്ലവും ഒരു സ്ത്രീ നിർബന്ധമായിട്ട് കടന്നു പോകണം എന്നല്ല. ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് സമൂഹത്തിൽ. പക്ഷെ മിക്ക സ്ത്രീകളും വിചാരിക്കുന്നത് ഇത് അവരുടെ ഒറ്റപ്പെട്ട ഒരു പ്രോബ്ലമാണ്, അവരുടെ വ്യക്തിപരമായ ഒരു കുറവായിട്ടാണ് അവർ കാണുന്നത്. ഫസ്റ്റ് തിങ് ഐ വോണ്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറണം. ഇത് ഒരു സ്ത്രീ അവർ പേഴ്സണലി നേരിടുന്ന അവരുടെ ഒരു കുറവല്ല. എവ്രിബഡി ഈസ് ഗോയിങ് ടു ഗോ ത്രൂ ദിസ് ഹോർമോണൽ റോളർ കോസ്റ്റർ. ഇതൊരു ഫ്ലക്ച്വേഷനുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ ലൈഫിൽ. അതിനാണ് ആ കാലഘട്ടത്തിന് ഞാനൊരു പേരിട്ടത്, വിമനെസെൻസ്. അങ്ങനെ ഒരു വാക്കില്ല ഇംഗ്ലീഷിൽ. പക്ഷെ വിമനെസെൻസ് എന്ന് കോയിൻ ചെയ്തത് അഡോളസെൻസിൻ്റെ ഒരു സ്റ്റേറ്റ് ആയിട്ട് സിമിലർ ആയതുകൊണ്ടാണ്. ബിക്കോസ് ഇപ്പോൾ പുരുഷന്മാരോട് പറയുകയാണെങ്കിൽ, ഒരു പുരുഷൻ ഇവിടെ നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് ഇനി എത്ര ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാലും ഇതൊരിക്കലും എക്സ്പീരിയൻഷ്യലി മനസ്സിലാവില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ, യു ഡോണ്ട് ഹാവ് ദാറ്റ് ബയോളജി. അപ്പോൾ കുറച്ചും കൂടെ റിലേറ്റബിൾ ആക്കാൻ വേണ്ടി ഞാൻ അഡോളസെൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കടന്നുപോയൊരു കാലഘട്ടമാണ് ടീനേജ്, കൗമാരപ്രായം. ആ സമയത്ത് നമ്മൾ കുട്ടിയിൽ നിന്നും ഒരു അഡൾട്ടിലേക്ക്
ഒരു മാറ്റം ഉണ്ടായത് എത്ര വർഷം കൊണ്ടാണ്? 10 വർഷം മിനിമം. ഫ്രോം എൻറ്റയർ ടീനേജ് അതിൽ വന്ന ചേഞ്ചസ് എത്രയാണെന്ന് നമ്മളിപ്പോൾ ചിന്തിച്ച് നോക്കിയാൽ ഒന്ന് ആലോചിക്കുക. ആ സമയത്ത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്തിരുന്നത്? മൂഡ് സ്വിങ്സ്, ഇറിറ്റബിലിറ്റി, ആരോടും സംസാരിക്കേണ്ട, ആര് പറയുന്നതും കേൾക്കണ്ട, സ്വന്തം മുറിയിൽ അടച്ചു പൂട്ടിയിരിക്കുക, നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ളവരായിട്ട് മാത്രം ഇടപഴകുക. ഇതൊക്കെയാണ് അഡോളസൻസിൽ നമ്മൾ ചെയ്യുന്നത്. ഇതേ സംഭവം ഒരു സ്ത്രീ, ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്, ജസ്റ്റ് ലൈക്ക് ഒരു അഡോളസെൻറ്റ് പേഴ്സൺ, അഡോളസെൻറ്റ് ടീനേജർ കടന്നു പോകുന്നത് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിലാണ്. അവർ പെരുമാറുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇത് തന്നെ ഒരു 40 വയസ്സുള്ള സ്ത്രീ ഇതിലൂടെയൊക്കെ തന്നെ കടന്നു പോകുന്നത്. അതും ഇതിനും ഡിഫിക്കൾട്ടാണ്. ബിക്കോസ് ടീനേജർ ഓർ അഡോളസെൻറ്റ് ഇത് അപ്ഗ്രേഡ് ഓഫ് ഹോർമോൺസ് ആണ്, ലേഡിക്ക് ഇത് ഡൗൺഗ്രേഡിങ് ഓഫ് ഹോർമോൺസ് ആണ്. അപ്പോൾ ഒരു ലോസിൻ്റെ ഫീലിംഗ് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, കെയോസ് ഉണ്ട്. പിന്നെ അതിന് മുകളിൽ ഇത് എനിക്ക് മാത്രം സംഭവിക്കുന്ന എന്തോ ആണെന്ന് തോന്നാൻ കാരണം ഇതാരും ഇതിനെപ്പറ്റി മുമ്പ് പറയുന്നുമില്ല, ആർക്കും അറിയില്ല. ടീനേജിൽ എല്ലാവരും പറയും അത് കുഴപ്പമില്ല, അത് അവൻ ടീനേജർ ആയതുകൊണ്ട് അല്ലെങ്കിൽ അവൾ ടീനേജർ ആയതുകൊണ്ട് അവരിങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളത് തള്ളിക്കളയും. 40-ൽ സ്ത്രീകൾ ഇതേ മാറ്റങ്ങൾ കാണിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്തു പറ്റി, എന്തോ കുഴപ്പമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ അയ്യോ ഇതെന്തോ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾവലിയ, സ്ത്രീകൾ ഉൾവലിയ. എന്നിട്ട് അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയുടെ ഉള്ളിൽ മാത്രം ഇത് പൊട്ടിത്തെറിയായി മാറുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. നമുക്കിതിനെപ്പറ്റി ഇൻഫർമേഷനും ഉണ്ടെങ്കിൽ ഇതിൻ്റെ പോംവഴികളും ഉണ്ട്. വളരെ സിമ്പിളാണ്. ചെറിയ ഫങ്ഷണൽ മെഡിസിൻ ബ്ലഡ് ടെസ്റ്റ്സ്, ചെറിയ ഓൾട്ടറേഷൻസ് ഇൻ സപ്ലിമെൻറ്റേഷൻ, ചെറിയ അഡിഷൻസ് ഇൻ ലൈഫ് സ്റ്റൈൽ. 3 മെയിൻ പില്ലേഴ്സാണ് ഫോളോ ചെയ്യുന്നത്. വൺ ഇസ് ഫുഡ്, ബേസിക് ഫുഡ് കറക്റ്റ് ആവണം. അത് നമ്മൾ കറക്റ്റാണെന്ന് വിചാരിക്കുന്ന പലതും സയൻറ്റിഫിക്കലി നമ്മുടെ ബോഡിക്ക് തെറ്റാണ്. സെക്കൻഡ്, എക്സസൈസ്. ഒരിക്കലും 1 മണിക്കൂർ എല്ലാ ദിവസവും ജിമ്മിൽ പോയി ഹെവി വർക്കൗട്ട് ചെയ്യരുത്. അതൊരു പെരിമെനോപോസൽ സ്ത്രീക്ക് അതൊട്ടും അനുയോജ്യമല്ല. അതിനു വേണ്ട കറക്റ്റ് രീതിയിൽ അറിവോട് കൂടിയിട്ട് എക്സസൈസ് ചെയ്യുക. എസ്പെഷ്യലി ലൈക്ക് സിമ്പിൾ തിങ്സ് ലൈക്ക് Zone 2 വാക്കിംഗ്. Zone 2 വാക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ ഗോ ഫോർ ലോങ് വാക്സ് മേ ബി ടേക്ക് 1 hour. പക്ഷെ നടക്കാൻ പോകുന്നത് Zone 2. അപ്പോൾ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ പെഡോമീറ്റർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആപ്പിൾ വാച്ചോ എന്തെങ്കിലും ലൂപ്സും ഹൂപ്സും കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ എനിക്കിത് ഒരു റിംഗ് ആണ്. ദിസ് ഈസ് മൈ അൾട്രാ ഹ്യൂമൻ റിംഗ്. അപ്പോൾ ഇറ്റ് ടെൽസ് മീ വെദർ ഐ എം വാക്കിംഗ് അറ്റ് Zone 2. Zone 2ൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കിതപ്പോടുകൂടെ സംസാരിക്കാൻ പറ്റും പക്ഷെ പാടാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ ആ സ്പീഡിൽ നടക്കുക. എന്നുവെച്ചാൽ നമ്മൾ ബേൺഡ് ഔട്ട് അല്ല, നമുക്ക് 1 മണിക്കൂർ ഇത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഇത്ര ബ്രീതിങ്ങിൽ. അപ്പോൾ അതാണ് ഏറ്റവും നല്ല എക്സസൈസ് ഫോർ എ പെരിമെനോപോസൽ വുമൺ. അതിൻ്റെ കൂടെ കുറച്ച് യോഗ, കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസസ്, ഇതൊക്കെ ആഡ് ചെയ്ത് കേൾക്കുമ്പോൾ ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇത് ആദ്യം മെനോപ്പസിലേക്കുള്ള താങ്കളുടെ യാത്ര തുടങ്ങി എന്ന് താങ്കൾ തിരിച്ചറിഞ്ഞതിൻ്റെ സിംറ്റം എന്തായിരുന്നു? ഉറക്കം ഇല്ലായ്മ, ഉറങ്ങാൻ പറ്റുന്നില്ല, ക്ഷീണമുണ്ട്, ഉറങ്ങണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എന്നാൽ ഒരു ക്ലാസിക് ഇൻസോംനിയ അല്ല. അതായത് ഭയങ്കര കെയോട്ടിക്കാണ്. ചിലപ്പോൾ ഒരുപാട് ഉറങ്ങുക, ചില സമയത്ത് ഉറക്കത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉറങ്ങിക്കൊണ്ടേ ഇരിക്കാൻ, എണീക്കാൻ തോന്നുന്നില്ല. പിന്നെ ചില സമയത്ത് ഉറങ്ങി 1 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് എണീക്കുക, പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. എത്ര കാലം, ഏത് പ്രായത്തിൽ? സോ ദിസ് സ്റ്റാർട്ടഡ് അറൗണ്ട് ഐ വിൽ സേ 40-ൽ തുടങ്ങിയെങ്കിലും എനിക്കിത് മനസ്സിലാവുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ പല കോസസും ആലോചിക്കുകയാണ്. നമ്മൾ കുറേ നേരം ഫോണിൽ നോക്കിയിരിക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഫോൺ 1 മണിക്കൂറോ 2 മണിക്കൂർ മുമ്പ് ബ്ലൂ ലൈറ്റ് കട്ട് ചെയ്താൽ ബെറ്റർ ആവുമെന്ന് കേട്ടിട്ടുണ്ട്. അത് ചെയ്ത് നോക്കുക, എന്നിട്ടും ശരിയാവുന്നില്ല. പിന്നെ നമ്മൾ അങ്ങനത്തെ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് നോക്കുന്നത്. ഇത് ഉള്ളിലെ ബയോ കെമിസ്ട്രി മാറിയതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഉറക്കം കുറയുന്നു അതാണ് ഫസ്റ്റ് എന്നുള്ളതുകൊണ്ട് അതെല്ലാവർക്കും മനസ്സിലാവില്ല. താങ്കൾ ഡോക്ടറെ കാണാൻ പോകുന്നു? ഇല്ല, ഞാൻ കാണാനേ പോയില്ല. നമ്മൾ ആരെങ്കിലും പോകും, നമ്മൾ ഇൻസോംനിയ ഡോക്ടർ ഓൺ യൂട്യൂബിന്റെ പോഡ്കാസ്റ്റ് കാണുന്നു, അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആവും. ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തി ഒരു മോർണിംഗ് ആൻഡ് ഈവനിങ് വാക്ക് ചെയ്താൽ തന്നെ കുറേയും കൂടെ ഉറക്കം ബെറ്ററായി. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പോംവഴികൾ. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു സപ്ലിമെൻറ്റേഷനും കൂടെ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് പോലത്തെ സപ്ലിമെൻറ്റ്സ് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്ലീപ്പ് ബിക്കംസ് ബ്യൂട്ടിഫുൾ ആൻഡ് നോർമൽ. പക്ഷേ ഞാൻ എപ്പോഴും പറയാം, എന്ത് സപ്ലിമെൻറ്റേഷൻ എടുക്കുമ്പോഴും പ്ലീസ് ഡു ഇറ്റ് വിത്ത് ദ അഡ്വൈസ് ഓഫ് എ ഡോക്ടർ. സ്വയം ചെയ്യാതിരിക്കുക. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ
മലയാളിക്ക് പരിചിതമായ വാക്കല്ല മെനോപ്പസ് എന്നുള്ളത്. ഞാൻ സംസാരിക്കുന്നതും മെനോപോസിനെ പറ്റിയല്ല, അല്ല, ഞാൻ പറഞ്ഞോട്ടെ. സംസാരിക്കുന്നത് പെരി മെനോപോസിനെ ഞാൻ പറ്റിയാണ്. പറഞ്ഞോട്ടെ, മലയാളിക്ക് പരിചിതമല്ല മെനോപ്പസ് പോലും. അതെ, അപ്പോഴാണ് നമ്മൾ പുതിയൊരു വാക്ക് കേൾക്കുന്നത്. അതെ, ഒന്നെങ്കിൽ പ്രീ മെനോപ്പസ് അല്ലെ പെരി മെനോപ്പസ്. അതെ. മെനോപ്പസിന് മുൻപ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഞാൻ US പഠിക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ പലപ്പോഴും അവെയിൽ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അവിടെ ഞാൻ കാലിഫോർണിയയിലായിരുന്ന സമയത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ എവരി 30 minutes there is a ബസ്. ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നതെല്ലാം പ്രായമുള്ള ആൾക്കാരാണ്, ഒരു 45+, 50+. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിലെ ഏറ്റവും വലിയ പരസ്യം എന്താണെന്നറിയാം? യു ക്യാൻ ഹാവ് സെക്സ് ഇൻ മെനോപ്പസ്, കോൾ ഡോക്ടർ. ഞാൻ എല്ലാ ബസ് സ്റ്റോപ്പിലും ചെന്നപ്പം അവിടെ ഏറ്റവും ഡോമിനേറ്റഡായി നിൽക്കുന്ന പരസ്യങ്ങളിലൊന്ന്. അപ്പം ഞാൻ അന്ന് മുതലാണ് എന്താണ് ഈ മെനോപ്പസ്, ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ, ഒരു ആണെന്നുള്ള രീതിയിൽ ഒരു മെനോപ്പസ് എന്താണ്. അപ്പോൾ നമ്മൾ മലയാളത്തിന് ആർത്തവ വിരാമം എന്ന് പറയും. ഒരു പെൺകുട്ടി വയസ്സറിയിക്കുന്ന കാലം മുതൽ അവളൊരു സ്ത്രീയായി നിന്നിട്ട് അവൾ ഒരു സ്ത്രീയിൽ നിന്ന് ഒരു പക്ഷേ ഒരു സ്ത്രീക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു പീരീഡിനെയായിരിക്കും നമ്മൾ മെനോപ്പസ്. ഞാനിത് കഴിഞ്ഞ് പല സ്ത്രീകളോടും മെനോപ്പസ് എന്നുള്ളത്, അല്ലെങ്കിൽ പല പുരുഷന്മാരോടും മെനോപ്പസ് എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ അവർക്ക് ആർക്കും അറിയില്ല. അറിയാവുന്നവർ ഒരുപാടുണ്ട്, മനസ്സിലായില്ലേ? പക്ഷേ ഈ പ്രീ മെനോപ്പസ് എന്ന് പറയുന്നത് അതിനകത്ത് ഉള്ള ഒരു നിരീക്ഷണത്തിൽ എന്നെ അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതാരും ചർച്ച ചെയ്ത് കേട്ടിട്ടില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രീ മെനോപ്പസ് അല്ലെങ്കിൽ മെനോപ്പസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമുക്ക് മുൻപ് തലമുറയിൽ ഒരു പക്ഷേ ഇപ്പം ലെനയുടെ അമ്മ, എൻ്റെ അമ്മ, എൻ്റെ അമ്മാവി, എൻ്റെ വല്യമ്മ, എൻ്റെ കുഞ്ഞമ്മ, ഇവരൊക്കെ കടന്നു പോയതായി അല്ലെങ്കിൽ അവരതിൽ സഫർ ചെയ്തതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഉണ്ട്. അല്ല, ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഞാൻ ആൻസർ ചെയ്യാം. ഞാനത് എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു പക്ഷേ എൻ്റെ പ്രായത്തിൻ്റെ ആയിരിക്കാം, പരിചയക്കുറവിൻ്റെതായിരിക്കാം. ഓൾസോ ബിക്കോസ് നിങ്ങളൊരു പുരുഷനായതുകൊണ്ടും തീർച്ചയായും ആ കാലഘട്ടത്തിലെ സ്ത്രീകൾ ജനറലി അവരുടെ പ്രോബ്ലംസ് പുറത്ത് അറിയിക്കാതെ അത് സഫർ ചെയ്യാൻ. അല്ല, അത് അങ്ങനെ അറിയിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ഇതുപോലെ ഒരു ഫിസിക്കൽ ഡിസോർഡർ വന്നാൽ, ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഇപ്പം മാം തന്നെ പറയുന്നു അല്ലെങ്കിൽ എന്നെ തന്നെ പറയുന്നു, നമുക്ക് ഉറക്കമില്ലായ്മ വരുന്നു. നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയാൽ എത്ര വെച്ച് പിടിച്ചു നിർത്താൻ പറ്റും? അവർ പിടിച്ചു നിർത്തിയില്ലേ? യു ഡിഡ് നോ, റൈറ്റ്? അല്ല, ഞാനൊരു പക്ഷേ ഞാൻ ചെറിയ കുഞ്ഞായിരുന്നത് കൊണ്ടും അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് അതാ പോകും. പറഞ്ഞേ. പക്ഷേ എൻ്റെ കുടുംബ വ്യവസ്ഥയെ അത് ബാധിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ വീട്ടിലെ കുക്കിങ്ങിനെ അത് ബാധിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ അറിവാണ് പറയുന്നത്, എൻ്റെ നിരീക്ഷണമാണ് പറയുന്നത്. അതാ. ടിൽ ഏത് ഏജ് വരെയാണ് നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നത്? ഞാനൊരു ഡിഗ്രി കഴിയുന്നവരെ 20 അത് കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്ന് പോയി. അത് കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയി, അമേരിക്ക പോയി. ആ കാലഘട്ടങ്ങളിൽ വീട്ടിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് അച്ഛനോടും അമ്മയോടും സംസാരിച്ചു നോക്കും. അല്ല, എൻ്റെ അമ്മയ്ക്ക് 76 വയസ്സുണ്ട്. അതാ പറഞ്ഞേ. അപ്പൊ അന്ന് ആ കാലഘട്ടത്തിൽ വെൻ യു ലെഫ്റ്റ് ദ ഹൗസ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് ഓപ്പൺ ആയിട്ട് നമ്മളൊരു പക്ഷെ ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള കഥകൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ജനറലി എല്ലാവരും ചെയ്യുന്നത് അവരുടെ ദാമ്പത്യത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സ്ട്രെസ്സറും അവർ പുറമേക്ക് വിടാറില്ല. ബിക്കോസ് അതൊരു ആവശ്യമില്ല. ഒന്നാമത് ഇതാ പുറത്തേക്ക് വിട്ടിട്ട് എന്ത് കിട്ടാനാ? സെക്കൻഡ് തിങ്, ഒരു കുടുംബ വ്യവസ്ഥയെ ബാധിക്കേണ്ടതല്ലേ ഞാൻ ചോദിക്കുന്നത്? സംശയം അല്ല, ബാധിക്കാത്തതിന്റെ കാരണം സംബഡി ഈസ് വർക്കിംഗ് ഡബ്ലി ഹാർഡ്. അത് അറിയിക്കാതെ ഇതെങ്ങനെയെങ്കിലും സഹിച്ചും കഷ്ടപ്പെട്ടും അത് ഓവർകം ചെയ്യാൻ നോക്കുന്നവരുണ്ട്. ചിലവര് ഇത്രയും കഷ്ടപ്പെടാതെ ഇതിലൂടെ കടന്നു പോകുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. യുവർ മദർ മൈറ്റ് ബി വൺ ഓഫ് ദം. എല്ലാവരും ബാധിക്കണമെന്നില്ല, എല്ലാവരും ഒരുപോലെ ബാധിക്കണമെന്നില്ല. പക്ഷെ ഇതിന്റെ എന്തെങ്കിലും ഡിഫറൻസസ് അറിയാതെ ഒരു സ്ത്രീയും ഇതിലൂടെ, എന്ന് വെച്ചാൽ ഞാൻ അറിയാതെ പ്രസവിച്ചു എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടാവില്ലല്ലോ. അയ്യോ ഞാൻ അറിഞ്ഞില്ല, പെട്ടെന്ന് നോക്കുമ്പോൾ അതൊരു കുഞ്ഞു സൈഡിൽ നിന്ന് ഒരു സ്ത്രീയും പറയില്ല. അതേപോലെ പെരിമെനോപോസ് ഓർ മെനോപോസിന്റെ ഇഷ്യൂസ് അറിയാതെ ഒരു സ്ത്രീയും കടന്നു പോയിട്ടുണ്ടാവില്ല. അവർ മറ്റുള്ളവരെ അറിയിക്കാതിരുന്നതാണോ, അവരുടെ സിംറ്റംസിന്റെ സിവിയറിറ്റി മറ്റുള്ളവരെ. ഇപ്പോൾ ജനറലി ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഡെയിലി ലൈഫിൽ എത്രയോ സ്ത്രീകളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നു. ഓഫീസ് സിറ്റുവേഷൻസിലും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ കൂടെ ഗേൾസ് ഉണ്ടെങ്കിൽ ഉണ്ടാവും, കോളേജിൽ, വർക്ക് സ്പേസിൽ. നിങ്ങൾ എപ്പോഴെങ്കിലും അറിയുന്നുണ്ടോ അവർ നേരിടുന്ന, എല്ലാ മാസവും നേരിടുന്ന ക്രാംസ്, ഡെബിലിറ്റേറ്റിംഗ് ക്രാംസ്? അത്ര ലെവലിലുള്ള ക്രാംസ് പുരുഷന്മാരുടെ മേത്ത് മറ്റേ ഇലക്ട്രോഡ്സ് പിടിപ്പിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിൻ്റെ 100-ൽ 1 പുരുഷൻ സഹിക്കില്ല, കുഴഞ്ഞു വീഴും.
പീരിയഡ് സമയത്ത് പെയിൻ ആയിരിക്കും. പീരിയഡ് സമയത്ത് പെയിൻ, അതിൻ്റെ പ്രീമെൻസ്ട്രുവൽ പല സിംറ്റംസും, ഇതൊക്കെ സ്ത്രീകൾ ഓൺ എ ഡെയിലി ബേസിസ് അവരുടെ ലൈഫ് ലോങ് അവർ നേരിടുന്നുണ്ട്. ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അവർ നേരിടുന്ന കാര്യങ്ങൾ, ആ കുട്ടി ജനിച്ച ഉടനെ ഒരു വർഷത്തേക്ക് അവർ നേരിടുന്ന സിറ്റുവേഷൻ. ഒരു വർഷമൊന്നും അല്ല, കുഞ്ഞിന് 10 വയസ്സാവുന്ന ആയിരിക്കും, പക്ഷെ ആ 1 year അറ്റ്ലീസ്റ്റ് അവരുടെ ഉറക്കമേ ഇല്ല. അവർക്ക് അവരുടെ ഒരു കാര്യത്തിനും ടൈമില്ല അല്ലേ. പക്ഷെ ഇത് എന്തെങ്കിലും മറ്റുള്ളവരെ അറിയിക്കുന്നുണ്ടോ? ഇവരെപ്പോഴും കുട്ടിയെ കാണിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടെയാണ് കാണിക്കുന്നത്, അയ്യോ എൻ്റെ കൊച്ച്. അവർ നേരിടുന്ന ത്യാഗോ സഫറിങ്ങോ ആരെയും അറിയിക്കുന്നില്ല. അപ്പൊ അതേപോലെ അത് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഈ എന്തുകൊണ്ട് ഇപ്പോൾ ഇത് ഇത്ര ചർച്ച ചെയ്യപ്പെടുന്നു എന്നല്ല ചോദ്യം. വൈ ഇസ് ദിസ് നൗ സച്ച് എ ബിഗ് ടോപ്പിക്? അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹാവ് യു നോട്ടീസ് സോഷ്യൽ മീഡിയയിൽ 40+ ആയിട്ടുള്ള സ്ത്രീകൾക്ക് എത്ര കാര്യങ്ങളുണ്ട്. ഹൗ ഷുഡ് 40+ വിമൻ പുട്ട് മേക്കപ്പ് ടെക്നിക്സ് ഫോർ 40+, എക്സസൈസ് ടെക്നിക്സ് ഫോർ 40+, ലൈഫ് സ്റ്റൈൽ ടെക്നിക്സ് ഫോർ 40+, എക്സസൈസ് ആൻഡ് ഡയറ്റ് മോഡ്യൂൾസ് ഫോർ 40+. ഇപ്പം അത് ട്രെൻഡിങ് ആണ്. ബിക്കോസ് ഈ ജനറേഷനിലെ 40-year-olds ലൈക്ക് മീ are not going to suffer silently. Women of this generation are not willing to silently suffer. They want to find solutions and they want to make it public. അത് ഞങ്ങൾ ചെയ്യാൻ കാരണം, ഞാൻ എൻ്റെ അമ്മ ഇതിലൂടെ വളരെയധികം സഫർ ചെയ്യുന്നത് കണ്ടിട്ടുള്ളതുകൊണ്ടാണ്. സോ ആ ബുക്കിൻ്റെ കവർ ഒന്ന് കാണിക്കാമോ? ഈ ബുക്ക്, അതിൻ്റെ ഫസ്റ്റ് ഡെഡിക്കേഷൻ നോക്കൂ. ടു മൈ മദർ ടീന. That is whom this book is dedicated to, because she suffered, because she did not know what was happening to her. She could not explain it to us. ഞങ്ങളോട് ഇത് എന്താ സംഭവിക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ അനുഭവിക്കുന്നത് വീട്ടിൽ പെട്ടെന്ന് ഒരു കെയോട്ടിക് അറ്റ്മോസ്ഫിയർ. ബിക്കോസ് ഒരു വീടിന് നടുന്തൂണാണ് അവിടുത്തെ ആ ലേഡി ഓഫ് ദ ഹോം. ഇഫ് ഷീ ഈസ് ഗോയിങ് ത്രൂ എ പ്രോബ്ലം, വി ഓൾ സഫേർഡ് ഇറ്റ് എ ലോട്ട്. ബിക്കോസ് വി ആർ കൺഫ്യൂസ്ഡ്. എന്താ ഇപ്പോൾ സംഭവിച്ചെന്ന് അറിയില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട് വീട്ടിൽ, എല്ലാം കെയോസ്. ആ ബേസിക് ബാലൻസ് തെറ്റി. അവിടെ നിന്നാണ് ആക്ച്വലി ഈ സബ്ജക്റ്റിൽ എൻ്റെ ഇൻട്രസ്റ്റും റിസർച്ചും തുടങ്ങുന്നത്. അറിയില്ലല്ലോ, എന്തോ മാറ്റം ഉണ്ടെന്നല്ലേ നമുക്കറിയുള്ളൂ. ആ ക്യൂരിയോസിറ്റി ട്രിഗർ ആയത്, ഇതിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. എന്താ ഇപ്പോൾ സംഭവിച്ചത്, എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇതൊരു വലിയ പ്രശ്നമാണല്ലോ. അന്ന് വേറെ ആരുടെയും വീട്ടിൽ ഈ പ്രശ്നമില്ല എന്നാണ് അന്ന് എൻ്റെ വിചാരം. നമ്മുടെ കാലത്തുള്ള സ്ത്രീകൾ എല്ലാ കാലത്തും ഇതിനെ അഡ്രസ്സ് ചെയ്തും ഇതിനെ ഡീൽ ചെയ്തും ജീവിച്ചു പോയിട്ടില്ലേ? പക്ഷെ അവർ ജീവിച്ചത് ഒരേ കാലഘട്ടത്തിലല്ല. Point 1, this generation of women are not willing to silently suffer and they are making it public. Second, we live in a very fast-paced generation, which has never happened before on planet Earth. ഈ ഫാസ്റ്റ് പേസ് ഓഫ് ലിവിങ് മുമ്പ് ലോകത്ത് ഉണ്ടായിട്ടില്ല. ഇൻ്റർനെറ്റ്, AI, സ്പീഡ് ഓഫ് ലിവിങ്, എവ്രി വൺ വർക്കിംഗ്. സ്ത്രീകളും ഇത്രയധികം, എല്ലാ വീട്ടിലെ സ്ത്രീകളും വർക്കിംഗ് വിമൻ ആയിരിക്കെ നമ്മുടെ പേസ് ഓഫ് ലിവിങ് വളരെയധികം കൂടിയിട്ടുണ്ട് സിൻസ് ദ ബിഗിനിങ് ഓഫ് ദ ഇൻ്റർനെറ്റ്. അപ്പോൾ ആ ജനറേഷൻസിനെ നമുക്ക് വെച്ച് നോക്കണം. തേർഡ്, amount of microplastics in the environment. Water, air and soil are contaminated with huge amounts of microplastics. ഇതിനു മുമ്പുള്ള ജനറേഷൻസ് ഈ ലെവലിലെ കണ്ടാമിനേഷൻ ഫേസ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് തിങ്, വിമൻ ഹാവ് ബിക്കം വെരി ഫിയേഴ്സ്ലി ഇൻഡിപെൻഡൻറ്റ് ഓവർ ദ ഇയേഴ്സ്. സോ ദേ ആർ മോർ സെൻസിറ്റീവ് ടു ദെയർ ഫ്രീഡംസ് ആൻഡ് ദെയർ നീഡ്സ്. അവരുടെ ഈ സെൽഫ് ലവ് എന്നുള്ള കൺസെപ്റ്റൊക്കെ വളരെ ന്യൂ ആണ്. ദ ഹോൾ ഡൈനാമിക്സ്, സ്ത്രീകളും അവരുടെ ഫാമിലീസും അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും തമ്മിലുള്ള ഡൈനാമിക്സേ മാറിയിട്ടുണ്ട്. ഇതൊക്കെ കൂടാതെ മെഡിക്കൽ സയൻസ് ഹാസ് ആക്ച്വലി നൗ റീസെൻ്റ്ലി ഡിസ്കവേർഡ് ദീസ് പ്രോബ്ലംസ്. യൂഷ്വലി ഡോക്ടേഴ്സ് ആരും ഈ പറയുന്ന പെരിമെനോപോസൽ ഓർ മെനോപോസൽ ഇഷ്യൂസ് സ്റ്റഡി ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് മിക്ക ഡോക്ടേഴ്സും പുരുഷന്മാരായിരുന്നു. പിന്നെ ജനറേഷൻസ് കഴിഞ്ഞാണ് സ്ത്രീകൾ തന്നെ എഡ്യൂക്കേഷനിലേക്ക് വന്നത്. അതിൽ ഹൈ ലെവൽ മെഡിക്കൽ ഡോക്ടേഴ്സായി പഠിക്കുകയും വരികയും ചെയ്യുന്ന സ്ത്രീകൾ പിന്നെ കുറേ ജനറേഷൻസിന് ശേഷമാണ്. അവർ പേഴ്സണലി ഈ പ്രോബ്ലംസ് നേരിട്ടപ്പോൾ അവരാണ് ഇതിൻ്റെ സൊല്യൂഷൻസ് തപ്പിപ്പോയി എടുത്ത് ഇപ്പോഴാണ് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സിലേക്ക് തന്നെ ഈ ടോപ്പിക്സ് വരുന്നത്. സോ ഇറ്റ് ഈസ് ഓൾ വെരി ന്യൂ. ഇത്രയും കാര്യങ്ങൾ മിനിമം ഉണ്ട്. ഇതല്ലാതെ ദർ ഇസ് അനദർ പ്രോബ്ലം, ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം, where there is usually just one woman and suppose 2 ആൺകുട്ടികളുള്ള ഒരു സ്ത്രീയാണ്, അവരുടെ ഹസ്ബൻഡും 2 ആൺകുട്ടികളും അവരും ഒരു ന്യൂക്ലിയർ ബോക്സിനുള്ളിൽ ജീവിക്കുന്നു.
ദർ ഇസ് ഹാർഡ്ലി എനി സപ്പോർട്ട് സിസ്റ്റം ആസ് എ കമ്മ്യൂണിറ്റി. മുമ്പ് ജോയിൻറ്റ് ഫാമിലി ആയിരുന്നപ്പോൾ ദർ ആർ ഓൾഡർ വിമൻ റൈറ്റ് ദർ ടു ടെൽ യു. ഒരു വലിയ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഇന്ന് വയ്യ അവർക്കാണെങ്കിൽ വേറെ ആരോ ആ റെസ്പോൺസിബിലിറ്റി ടേക്ക് ഓവർ ചെയ്യും. അങ്ങനെ മിനിമം എനിക്ക് പറയാവുന്നത് ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ ആലോചിച്ചാൽ ഇതിനും മുകളിൽ വന്നിട്ടുള്ള തലമുറകൾക്ക് വന്നിട്ടുള്ള ചേഞ്ച്. അപ്പോൾ ഇന്നത്തെ സ്ത്രീയെ 1990s ഈ പ്രായത്തിലുള്ള 40-year-old ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. 1970s 40-year-old ആയിട്ട് മറ്റേ ആളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ദ വേൾഡ് വി ആർ ലിവിങ് ഇൻ ഹാസ് ചേഞ്ച്ഡ്. ഒരു സ്ത്രീ അവൾ വയസ്സറിയിക്കുന്ന കാലം മുതൽ അവൾ മെനോപ്പസ് ആവുന്ന കാലം വരെ അവൾ സമൂഹത്തിൽ, വീട്ടിൽ, ഭർത്താവിൻ്റെ മുൻപിൽ ഒക്കെ പരിഗണിക്കപ്പെടുന്നതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അവൾ എന്ന് മെനോപ്പസ് ആവുന്നോ ആ മെനോപ്പസ് ആവുന്ന ദിവസം മുതൽ അവളെ ഏറ്റവും അധികം ഹോണ്ട് ചെയ്യുന്ന ചിന്തയിലൊന്ന്, മുൻപ് എന്നെ പരിഗണിച്ചിരുന്ന തലത്തിൽ ഇനി എന്നെ പരിഗണിക്കാതിരിക്കില്ലേ എന്നുള്ളൊരു ചിന്തയാണ്. ഒരു വലിയ ഇതാണ് ഭർത്താവിൻ്റെ മുൻപിൽ. മനസ്സിലായില്ലേ? ഏറ്റവും ഒരു വീടിൻ്റെ ഗ്രഹനാഥനും ഗ്രഹനാഥയും തമ്മിലുള്ള ബന്ധത്തിൽ, ലൈംഗിക ബന്ധത്തിന് വളരെ വലിയ പ്രസക്തിയുണ്ട്. നാളെ മുതൽ എൻ്റെ ഭർത്താവിൻ്റെ ലൈംഗികമായ താല്പര്യങ്ങൾക്ക് എനിക്ക് നിന്നു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കരമായ തോട്ട് പ്രോസസ്സ് അവളിലേക്ക് കൺവേർട്ടഡായി വരികയാണ്. ഈ മെനോപ്പസിനെ സ്ത്രീകൾ ഭയക്കുകയാണ്. ഈ മെനോപ്പസിനെ സ്ത്രീകൾ ഭയക്കുമ്പോൾ നമ്മളൊരു പെരിമെനോപ്പസ് എന്ന് പറയുന്ന ഒരു സാധനം, മെനോപ്പസ് ഒരു 42, 43, 44 ഒരു സ്ത്രീയെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നു. അവളത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്, ആ പീരീഡിലൂടെ കടന്നു പോകാൻ തയ്യാറാണ്. മെനോപ്പസ്, ഞങ്ങൾ തന്നെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയാറുണ്ട്, നിൻ്റെ വൈഫിന് 45 വയസ്സാവാറായിട്ടുണ്ടോ, നിങ്ങൾ മെനോപ്പസിലേക്ക് നിൻ്റെ ഭാര്യ കിടക്കാൻ പോവുകയാണോ, അടുത്ത 5 വർഷം നിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഈ പെരിമെനോപ്പസിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിലുണ്ടാകുന്ന ഒരു വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, 35 വയസ്സിൽ മധ്യവയസ്കാലം മുതൽ തന്നെ നീ മെനോപ്പസിലേക്ക് വീണു പോകുന്നു എന്നൊരു തോട്ട് പ്രോസസ്സ് കൊടുക്കുന്നതിൽ നിന്ന് സ്ത്രീകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഇൻസെക്യൂരിറ്റി അല്ലേ എന്നൊരു സംശയം ഉണ്ടല്ലോ. ഇതുവരെ ആരും ഇതുപോലെ പറഞ്ഞിട്ടുമില്ല. ഇതുവരെ ആരും പറയാത്ത നമുക്ക് പറയണ്ടേ? അതുകൊണ്ടല്ല, നിങ്ങൾ പറയുന്നു ഇതുപോലെ വേറെ ആരും പറയുന്നില്ല. ദിസ് ഇസ് യുവർ പെർസ്പെക്റ്റീവ്. ബിക്കോസ് ഇവിടെ പറയുന്ന അതല്ല, മെനോപോസ് പേടിക്കേണ്ട ഒരു കാര്യം അല്ല എന്നുള്ളതാണ് ഈ ബുക്കിൽ പറയുന്നത്. ബിക്കോസ് ഇന്ന് മുമ്പത്തെ ജനറേഷൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വിറ്റമിൻസ് ഉണ്ട്, എത്രയോ ഡയറ്ററി അഡിഷൻസ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട്, എത്രയോ മെഡിക്കൽ അഡ്വാൻസസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അമേരിക്കയിൽ ബസ്സിൽ കണ്ട ആ ആഡ്, അതിലെന്താണ് അവർ പറയുന്ന പോകുംവഴി, യു ക്യാൻ സ്റ്റിൽ കണ്ടിന്യൂ ടു എൻജോയ് ആണ് പറയുന്നത്. ആ ഡോക്ടറെ വിളിച്ചാൽ അവരെന്താ തരുന്ന സൊല്യൂഷൻ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ, അത് ജനറലി after menopause a lady's entire private parts become very dry. ഇത് കാരണം ഉണ്ടാവുന്ന പെയിൻഫുൾ സെക്സ് കാരണമാണ് അവർ ജനറലി അതിനെ അവോയ്ഡ് ചെയ്യുന്നത്. അതിനെ അവോയ്ഡ് താല്പര്യക്കുറവേ അല്ല, ഇതൊരു പ്രാക്ടിക്കൽ ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് ഡോക്ടർ വീണ അത് എന്നെ തുടരുത് എന്നൊരു സ്ത്രീ പറയുന്നുണ്ടെങ്കിൽ വൈ ആർ ദേ സേയിങ് ദാറ്റ് എന്ന് നമ്മൾ അന്വേഷിക്കണം. ബിക്കോസ് യൂഷ്വലി ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് പെയിൻ. ആ പെയിനെ മറികടക്കാൻ അവർക്ക് അറിയില്ല, അവർക്കൊരു ഷെയിം വരികയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ, അയ്യോ ഇനി മുതൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഹസ്ബൻഡ് എന്നെ കൈവിട്ടു പോകുമോ, ഇതൊക്കെ പേടി വരുന്നുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണ്? നമ്മുടെ അറിവില്ലായ്മ കാരണമാണ്. ദാറ്റ് ഇഫ് വി please supplement it with lubricants and vaginal estrogen. ഇപ്പം ഞാനൊരു ഡോക്ടർ അല്ലാത്തതുകൊണ്ടാണ് ഇത് ഒരിക്കലും എൻ്റെ റിസർച്ച് എന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറെ കാണുക. ദിസ് ഇസ് നോട്ട് മെഡിക്കൽ അഡ്വൈസ്, ദിസ് ഇസ് ഓൺലി മീ ഷെയറിങ് മൈ എക്സ്പീരിയൻസ് ആൻഡ് റിസർച്ച്, ജസ്റ്റ് ഇൻഫർമേഷൻ. ഇങ്ങനെ പറയാതിരുന്നാൽ ആൾക്കാർ നാളെ നമ്മളെ കീറി മുറിക്കാൻ വരും. നിങ്ങൾ ഡോക്ടറാണോ, നിങ്ങൾ ഇതാണോ അതാണോ. ഐ എം ജസ്റ്റ് ഷെയറിങ് സം വെരി പ്രാക്ടിക്കൽ ടൂൾസ് ദാറ്റ് ഐ നോ എക്സിസ്റ്റ് ഇൻ ദ വേൾഡ് ടുഡേ. സോ ഒരു മെനോപോസൽ ലേഡി ഒരിക്കലും അവരുടെ ബോഡിയോ അവരുടെ ലൈഫോ അവരിന്ന് കൈവിട്ടു പോയിന്ന് ഒരിക്കലും വിചാരിക്കരുത്. ബിക്കോസ് ദർ ആർ മെനി സപ്ലിമെൻറ്റേഷൻസ്. ദർ ഇസ് ഈവൻ HRT വിച്ച് യു ഹാവ് ടു ഫൈൻഡ് വിത്ത് യുവർ ഡോക്ടർ. നിങ്ങൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറപ്പിക്ക് ആർ യു എലിജിബിൾ, നിങ്ങളുടെ ബോഡി അതിന് സൂട്ടബിൾ ആണോ, ആ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ. അങ്ങനെ നോക്കുമ്പോൾ യു ക്യാൻ ഗോ ത്രൂ ദിസ് വിതൗട്ട് എനി ഓഫ് ദ സഫറിങ്. സൊല്യൂഷൻസ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള മെസ്സേജ്. അല്ലാതെ 35 മുതൽ ലെനയുടെ ഇന്റൻഷൻ പൂർണ്ണമായി ഉൾക്കൊള്ളും. ഞാൻ ചോദിക്കുന്ന എൻ്റെ സംശയം അവിടെയല്ല. അതാ പറയുന്നത്. ഇപ്പം നിങ്ങൾ ഭയക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയക്കുക അല്ല, അത് ഭയക്കരുത്. അതായത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ബിവെയർ ആൻഡ് ബി അവെയർ. ഈ 2 വാക്കുകൾ കണ്ടാൽ ഒരേ സ്പെല്ലിങ്ങാ.
ആ ബിവെയറിന്റെ ഇടയിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഇട്ടാലുണ്ടല്ലോ, ഒരു സ്പേസ് ഇട്ട, ഇറ്റ് ബിക്കംസ് അവയർനെസ്, ദ അതർ ബിക്കംസ് ഫിയർ. ഐ എം സംബഡി ഹു പ്രൊമോട്ട് സെൽഫ് റിയലൈസേഷൻ ആൻഡ് അവയർനെസ്. സോ ഞാൻ എന്ത് പറഞ്ഞാലും ബ്ലാങ്കറ്റ് ആയിട്ട് വിശ്വസിക്കാം. ഞാൻ ഒരിക്കലും പേടിയെ അംഗീകരിക്കാത്ത ഒരാളാണ്. ഇറ്റ് ഇസ് നോട്ട് റിക്വയർഡ് ടു ലിവ് ഇൻ ഫിയർ. യു ഹാവ് ടു ഗോ ബിയോണ്ട് യുവർ ഫിയർ, ആൻഡ് ദാറ്റ് ഇസ് ഇൻ ദിസ് സ്മോൾ ഡിഫറൻസ് ഫ്രം ബിവെയർ ടു ബി. ഫിയർ എന്ന് പറയുന്ന ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് അല്ലേ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? പ്രൊട്ടക്റ്റ് ചെയ്യും, പക്ഷേ അതിനെ ഓൾസോ നമ്മളെ ഡെബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അറിയേണ്ടത് ഫിയർ ഇസ് എ ഗുഡ് റെസ്പോൺസ് ടു പേ മോർ അറ്റൻഷൻ. ബിവെയർ എന്ന് പറയുമ്പോൾ കോൺഷ്യസ് ആവാൻ വേണ്ടിയാണ് ഫിയർ. നമ്മുടെ ഫിയർ അങ്ങനെ യൂസ് ചെയ്യണം നമ്മൾ. നമുക്ക് ഫിയറിന് അയ്യോ പേടിയാണ്, ഇനി ഞാൻ ആ വഴിക്കേ പോവില്ല എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷനാണ്. നമ്മുടെ ഡിസിഷൻ ഓക്കെ ഫിയർ ഉണ്ട്, അപ്പോൾ വാട്ട് ആർ ദ തിങ്സ്? അതായത് ഗ്യാസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം, യൂസ് ചെയ്യാത്ത സമയത്ത് ഇത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ വീട് മുഴുവൻ തീ പിടിക്കും എന്ന് പറയുന്നത്, അയ്യോ അങ്ങനെ പറയുന്നത് മോശമല്ലേ, ആൾക്കാർക്ക് പേടിയാവില്ലേ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പേടിക്കണം, അതൊരു പോസിബിലിറ്റിയാണ്. സോ ആ പേടിയിൽ നിന്നും നെക്സ്റ്റ് പ്രാക്ടിക്കൽ പോസിറ്റീവ് സ്റ്റെപ്പ് എടുക്കണം. അതാണ് എൻ്റെ ആകെ ഉള്ള ഉദ്ദേശം. അപ്പോൾ 35 മുതൽ ഒരു സ്ത്രീ, ഇത് ഓൾറെഡി ഇൻഫർമേഷനൊക്കെ കയ്യിലുണ്ടെങ്കിൽ 40-ൽ അവർക്ക് പെരിമെനോപോസ് എന്ന് പറഞ്ഞ കാര്യത്തിലൂടെ പോലും കടന്നു പോകേണ്ട വരില്ല. അവർ ഓൾറെഡി അവരുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കി. 8 hours ഓഫ് സ്ലീപ്പ് കിട്ടുന്നുണ്ട് അവർക്ക് റെഗുലർലി 35 മുതൽ എന്ന് വിചാരിക്കുക. ഷീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഹൗ ടു ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ ഷീ ഹാസ് ഹർ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ഫോർ മെഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് ഓർ അതർ സപ്ലിമെൻറ്റേഷൻ. അവർ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. ആസ് എ ലേഡി ഷുഡ് എക്സസൈസ്, നോട്ട് ആസ് എ മാൻ ഷുഡ് എക്സസൈസ് ഇൻ എ ജിം. ജിമ്മിൽ പുരുഷന്മാർ എക്സസൈസ് ചെയ്യുന്ന പോലെയാണ് മിക്ക സ്ത്രീകളെയും ട്രെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ബാഡ് ഫോർ ഹെൽത്ത്. ആൻഡ് ഷീ ഈസ് ഓൾസോ ഹാവിങ് എ ഡയറ്റ് വിച്ച് ഇസ് സൂട്ടബിൾ ഫോർ എ വുമൺസ് ബോഡി. ദാറ്റ് ഈസ് ആൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്. നീര് വെക്കാതിരിക്കാനുള്ള ടൈപ്പ് ഡയറ്റ് അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഷീ വിൽ ബ്രീസ് ത്രൂ ദാറ്റ് മിഡ് ലൈഫ്. എന്നോട് സംസാരിക്കുമ്പോൾ ഒരു ഡോക്ടറോട് സംസാരിക്കുന്ന അത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഞാൻ അഫ്കോഴ്സ് ഞാൻ ഹ്യൂമൻ ഫിസിയോളജി 5 വർഷം പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞ മെഡിക്കൽ ബുക്സും പോഡ്കാസ്റ്റും വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഞാൻ എൻ്റെ പുസ്തകം എഴുതുമ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, എന്നെ പോലെ എല്ലാവരും ഹ്യൂമൻ ഫിസിയോളജി പഠിച്ചിട്ടില്ല 5 വർഷം ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനും. അവർക്കൊരു മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ അതുപോലെ സിമ്പിൾ ആയിരിക്കില്ല. അപ്പോൾ എൻ്റെ ബുക്കിൽ അത് വളരെ സിംപ്ലിഫൈഡ് ആയിരിക്കണം എന്ന് നിർബന്ധത്തോടുകൂടെ എഴുതിയിട്ടുള്ള ബുക്കാണ്. പിന്നെ നിങ്ങളൊരു അക്കാഡമിസ്റ്റുമാണ്, റാങ്ക് ഹോൾഡറാണ്, അതൊക്കെ ഉണ്ട്. പക്ഷെ അത് ഉപകാരപ്പെടണമെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എനിക്ക് പറയാൻ പറ്റണം. പക്ഷെ അതിൻ്റെ ആധികാരികത വരുന്നത് ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഞാൻ ഹ്യൂമൻ ഫിസിയോളജി ആക്ച്വലി 5 years പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഇപ്പോൾ ഒരു 4 പ്രസവിച്ച ഒരു ലേഡി, അവർക്കും ഈ പെരിമെനോപ്പസിന്റെ സിംറ്റംസ് അല്ലെ ഡിഫറെൻ്റ് ആയിരിക്കും. മിക്കവാറും കുറവായിരിക്കും. ഒരിക്കലും പ്രസവിക്കാത്തൊരു സ്ത്രീക്കാണ് അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഫ്രം ദ റിസർച്ച്. ആൻഡ് ഇത് ഭയങ്കര ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ന്യൂആൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ സംസാരിക്കാനുള്ള കാരണം ഈ ടോപ്പിക് ഒന്ന് ജനറലൈസ്ഡ് ആവണം. ആൾക്കാർ ഇത് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. അവരുടെ ഒരു കുറവായിട്ട് കണ്ട് അതിൽ ഷെയിം ആൻഡ് ഗിൽട്ട് ആൻഡ് ബ്ലെയിമിൽ ജീവിക്കരുത് ആരും. ഇതൊരു വളരെ സാധാരണ എല്ലാവരും കടന്നു പോകുന്ന ഒരു സ്റ്റേജാണ്. ഇതിനെ നമ്മൾ നല്ല രീതിയിൽ ഫങ്ഷണൽ മെഡിസിനായിട്ട് സപ്ലിമെൻറ്റ് ചെയ്ത് പോയാൽ വളരെ സ്മൂത്തായിട്ട് താരതമ്യം ചെയ്ത് പോകാവുന്ന ഒരു സ്റ്റേജാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു പ്രശ്നത്തിനെ ഒരിക്കലും ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. പ്രശ്നം പറയുകയാണെങ്കിൽ സൊല്യൂഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രശ്നം പറയുന്നത്. അല്ലാതെ പ്രശ്നത്തിനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ജസ്റ്റ് ക്രിയേറ്റ്സ്, ഈ നേരത്തെ പറഞ്ഞ പോലെ ഫിയർ മോങ്കറിങ് ആണ്. ഐ എം നോട്ട് ഫോർ ദാറ്റ്. ബിക്കോസ് ഐ എം സംബഡി ഹു ബേസിക്കലി ബിലീവ് സെൽഫ് റിയലൈസേഷനാണ് നമുക്ക് വേണ്ടത്. സെൽഫ് റിയലൈസേഷൻ ഒരു വലിയ സാധനമാണ്, അത് എല്ലാവർക്കും ഉള്ളതല്ല. ബിക്കോസ് എല്ലാവർക്കും അതിൽ ഇൻട്രസ്റ്റും ഇല്ല. പക്ഷെ ഹെൽത്ത് എല്ലാവരുടെ പ്രയോറിറ്റിയാണ്. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രായത്തിലാണ് ശരിക്കും ഒരു പുരുഷൻ്റെ, ഒരു ഭർത്താവിൻ്റെ കൃത്യമായ ഒരു സാന്നിധ്യം, സാമീപ്യമൊക്കെ സ്ത്രീകൾക്ക് അറിഞ്ഞു മനസ്സിലാക്കി കിട്ടേണ്ടത് അല്ലേ? കിട്ടിയാൽ വളരെയധികം സൗകര്യമായിരിക്കും അവർക്ക്. ബിക്കോസ് അവർക്ക് അതൊരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ പ്രൈവറ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് മാരേജ്. ഏറ്റവും വൾണറബിൾ ആയിട്ടും ഏറ്റവും അടുത്ത് ഡെയിലി ഇടപഴകേണ്ട ഒരു റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷൻ ഒരു സ്ത്രീ അവരുടെ മിഡ് ലൈഫിൽ പോകുന്ന ഈ ക്രൈസിസിൽ
കൂടെ നിന്നാൽ ലൈഫ് ലോങ് പിന്നെ അവർക്ക് ഏറ്റവും നന്ദിയുള്ളത് അവരുടെ ഹസ്ബൻഡിനോടായിരിക്കും. ഏറ്റവും അവരുടെ ലൈഫിലെ ലവിങ് ആൻഡ് കെയറിങ്ങിൻ്റെ പീക്കിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ നമുക്കിപ്പം ഓൾമോസ്റ്റ് നമ്മൾ സെയിം ഏജ് ആയിരിക്കും. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ലെന സ്റ്റാറാണ്. അപ്പോൾ ലെനയെ പറ്റിയുള്ള എൻ്റെ മനസ്സിലാദ്യത്തെ പിക്ചർ എന്താണെന്നറിയാം? ഒരു ഞാറയ്ക്ക വായിൽ വെച്ച് കഴിച്ചിട്ട് രണ്ടാം ഭാവം അതിൻ്റെ പോസ്റ്റർ. എനിക്ക് ആ ഒരു സാധനം മറക്കാൻ പറ്റില്ല. ഞാൻ അന്ന് മുതൽ ലെനയെ ശ്രദ്ധിക്കുമ്പോൾ ലെന ഓൾവേസ് പ്ലസൻ്റ് ആണ്, സൂപ്പർ പ്ലസൻ്റ് ആണ്, ഒരു മിടുക്കി കുട്ടിയാണ്. എനിക്കങ്ങനെ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിലാണ്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ലെന ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് ലെനയുടെ ചില ഇൻ്റർവ്യൂകൾ കാണുമ്പോൾ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ലെനയേക്കാൾ ലെന ഏറ്റവും പ്ലസൻ്റായി കാണുന്നത് പ്രശാന്തിനെ പറ്റി സംസാരിക്കും. അതെ, ശരിക്കും ലെനയുടെ കണ്ണുകൾ തിളങ്ങാറുണ്ട്, Absolutely. ശനിയുടെ മുഖം തിളങ്ങാറുണ്ട്. ഇപ്പൊ തന്നെ മാറ്റം വന്നു. അതെ അതെ, അത് ബിക്കോസ് ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ലവ്. ബിക്കോസ് എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ എൻറ്റയർ ലൈഫിൽ കിട്ടാത്ത ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് എന്നെ പോലത്തെ തന്നെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആണ് എൻ്റെ കോൺസെപ്റ്റ്സിലും എൻ്റെ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ലൈഫ്, റിസർച്ച്. ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എൻ്റെ പെർസ്പെക്റ്റീവായിട്ട് മാച്ച് ആവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് ഓൾമോസ്റ്റ് ലൈഫിൽ 43 വർഷം ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മിക്കവരും പറയുന്നതിൽ ഞാൻ ആലോചിക്കുക, ഞാൻ അങ്ങനെ അല്ലല്ലോ ചിന്തിക്കുന്നത് അതിനെപ്പറ്റി. അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയുമ്പോൾ ആൾക്കാർ എന്നോട് നിങ്ങൾ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് പറയുന്നത്, നമ്മളിങ്ങനെയല്ല ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ഫീലിംഗ് എപ്പോഴും ലൈഫിലുണ്ടായിട്ട് അതേപോലെ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് എക്സാക്ട്ലി എന്നെ പോലെ ചിന്തിക്കുന്ന ഒരാളെ കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം അതൊന്ന്. ഞങ്ങളുടേതായ ഒരു ബോക്സ് ആണ് ഞങ്ങളുടെ മാരേജ്. ഞങ്ങൾ ഹാപ്പിയാണ് ഇത് ഈ സ്പേസിൽ. ഞങ്ങളുടെ സ്പിരിച്വാലിറ്റി ആണെങ്കിലും ലൈഫ് വ്യൂസ്, ജനറലി ലുക്കിംഗ് അറ്റ് സിസ്റ്റംസ്, അനാലിറ്റിക്സ്, വേ ഓഫ് തിങ്കിങ് എല്ലാം വളരെ സിമിലറാണ്. അതിലുപരി എ പേഴ്സൺ ഹു ജെന്യുവൻലി കെയർസ്, വളരെ കെയറിങ് ആയിട്ടുള്ള, വളരെ ലവിങ് ആയിട്ടുള്ള, വളരെ മെച്യോർ ആയിട്ടുള്ള ചിന്താഗതിയുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഇറ്റ് ഇസ് സച്ച് എ റിലീഫ്. അതായത് ഇത്രയും വർഷം ഞാൻ ഒറ്റയ്ക്ക്, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ലൈഫ് വേൾഡിനെ നേരിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ മാസ്കുലിൻ ആവും. നമ്മുടെ ഒരു മാസ്കുലിൻ എനർജി എന്നാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സ്പേസിലേക്ക് കറക്റ്റായിട്ടുള്ള ഒരു മാസ്കുലിൻ എനർജി ഒരു മെയിൽ എന്ന രീതിയിൽ വരുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഫെമിനൈൻ ആവാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ലൈറ്റ് ആൻഡ് ഈസി ആൻഡ് കംഫർട്ടബിൾ. എസ്പെഷ്യലി ചായാൻ പറ്റും. ബിക്കോസ് എനിക്കറിയാം ദർ ഇസ് സംബഡി ടു ലീൻ ഓൺ. അതേപോലെ എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും, ഞാനൊരു പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒരു 43-ൽ ഞാൻ ഒരുപാട് സഫറിങ്ങിലൂടെ കടന്നുപോയി. ബിക്കോസ് ജനറ്റിക്കലിയും നമ്മൾ പ്രീഡിസ്പോസ്ഡ് ആണ്. എൻ്റെ അമ്മ സഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനറ്റിക്കലി എൻ്റെ ഉള്ളിൽ അതിനുള്ള ജീൻസ് ഉണ്ടാവുമായിരിക്കും. ആൻഡ് ഓൾസോ എന്താ പറയുക, നമുക്ക് എല്ലാത്തിലും ഒരു ജീവിതം അർത്ഥമില്ല ജീവിതത്തിൽ. അങ്ങനെ ഒരു ഡിപ്രസീവ് ഫേസിലേക്കാണ് പോകുന്നത്. എന്നെ നിങ്ങൾ കണ്ടിട്ടില്ല ആ കാലഘട്ടത്തിൽ. ഐ വാസ് ഇൻ ദ US. ഞാൻ 43-ൽ അമേരിക്കയിലായിരുന്നു. 16 വയസ്സ് മുതൽ ഒരു പക്ഷേ ഒരുമിച്ച് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ പല സമയങ്ങളിൽ കണ്ടിട്ടുണ്ട്. എന്നെ പല സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ വേഴ്സ്റ്റ് ഇയർ ഓഫ് ലൈഫ്, അങ്ങനെയാണ് ആ പുസ്തകത്തിന്റെ തുടക്കം തന്നെ. ഞാൻ പറയുന്നത് 2004 വാസ് ദ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് മൈ ലൈഫ്. പക്ഷെ ഏറ്റവും നല്ല കാര്യങ്ങൾ സംഭവിച്ച വർഷമാണ്. ഞാൻ കല്യാണം കഴിച്ചത് 2024-ലാണ്. ഈ 2024-ൽ ഞാൻ നേരിട്ട് ശാരീരികവും മാനസികമായിട്ടുള്ള മാറ്റം ബിക്കോസ് ഓഫ് 2024 ഇതെല്ലാം നേരിടുമ്പോൾ എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. പക്ഷെ ആ സമയത്ത് എന്നെ ആർക്കും ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ US-ലേക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പോയി ഒരു വർഷം അവിടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇന്നഫ് ടൈം കിട്ടി വീട്ടിലിരുന്നു കൊണ്ട് എൻ്റെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, റിസർച്ച് ചെയ്യാൻ, സപ്ലിമെൻറ്റ്സ് ആഡ് ചെയ്യാൻ, റെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ എന്നെ നിങ്ങളാരും ആ വേഴ്സ്റ്റ് ഫേസിൽ കണ്ടിട്ടില്ല. ആക്ച്വലി ഞാൻ ഇതിനേക്കാളും 10 kgs ഓവർ വെയ്റ്റ് ആയിരുന്നു. ഇൻഫ്ലമേഷനും ഈ പറഞ്ഞ ബോഡി വെയ്റ്റ് നാച്ചുറലി കൂടും, കോർട്ടിസോൾ ലെവൽസ് കൂടിയതുകൊണ്ട്. അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ എൻ്റെ ലൈഫിലെ ബെസ്റ്റ് ഹെൽത്തിലാണെന്ന് പറയാൻ കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് തപ്പി നടന്ന സമയത്ത് കറക്റ്റായിട്ട് ഇവിടെ കൊച്ചിയിൽ വെണ്ണലയിൽ ബത്താനിയ എന്ന് പറഞ്ഞൊരു ക്ലിനിക്കിൽ, ആ ക്ലിനിക്ക് ഇനോഗ്രേറ്റ് ചെയ്തത് ഞാനാണ്. അവിടെ അവരുടെ ഇനോഗ്രേഷൻ സെറമണിയിൽ പങ്കെടുത്തപ്പോഴാണ് ഇങ്ങനൊരു ക്ലിനിക്ക് ഇവിടെ ഉണ്ട് കൊച്ചിയിൽ എന്ന് മനസ്സിലായത്. അവരാണ് എന്നെ പിന്നെ, എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ചാൽ പെരിമെനോപോസ് ബിക്കോസ് ഓഫ് ഹോർമോണൽ ഡിക്ലൈൻ അല്ലായിരുന്നു എൻ്റെ പ്രോബ്ലം. ഞാൻ അതാ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എൻ്റെ പ്രോബ്ലം ഫെറിറ്റിൻ എന്ന് പറയുന്ന ഡെഫിഷ്യൻസി ആയിരുന്നു. അയൺ സ്റ്റോഴ്സിൻ്റെ ഡെഫിഷ്യൻസി.
അവരത് നികത്തിയപ്പോൾ എൻ്റെ ഇൻഫ്ലമേഷൻ പോയി, എൻ്റെ ഓവർ വെയിറ്റ് പോയി, എൻ്റെ മൂഡ് സ്വിങ്സ് മാറി, എൻ്റെ പക്ഷെ ഒരു തടിച്ചല്ലേ ഞങ്ങളാരും കണ്ടിട്ടില്ല കേട്ടോ. ഇല്ല, ഞാൻ ആ സമയത്ത് US-ലായിരുന്നു. ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ? ഞാൻ ഭാഗ്യത്തിന് നിങ്ങളുടെ ഒന്നും മുമ്പിൽ വരേണ്ട വന്നില്ല ആ സമയത്ത്.